എന്നെ പരിചയപ്പെടുത്തിയിൽ ആദ്യം ഒരു മനുഷ്യനെ പരിചയപ്പെടുമ്പോൾ പേരാണല്ലോ പറയുക. അതുകൊണ്ട് പേര് ദ്വിതീയ എന്നാണ്. നാട് ഈ പറഞ്ഞ പോലെ മലപ്പുറത്താണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയൊരു കോമൺ ഫാക്ടർ, നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് ജീവിതം കൊണ്ടോ സേവനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ്, ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് എന്നുള്ളതാണ്. അതിലും വലിയ സാമ്യത ഞാനും ഒരു പാരൻ്റ് ആണ് എന്നുള്ളതാണ്. ഈ പാരൻ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോമൺ ഫാക്ടർ പറയുമ്പോൾ എല്ലാവരും പറയുമല്ലോ ഞാനൊരു സ്പെഷ്യൽ ചൈൽഡിൻ്റെ അമ്മയാണോ എന്നുള്ളത്. അങ്ങനെയല്ല, എവറി ചൈൽഡ് സ്പെഷ്യൽ. അമ്മയാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പാരൻ്റ് ആണെന്നുള്ള ഭാഗം വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിത് പറയാനുള്ളതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ, എൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് വളരെ ചെറിയ കുട്ടികളുടെ ഇടയിലാണ്. ഞാൻ തുടങ്ങിയത് PG സൈക്കോളജി കഴിഞ്ഞ്, MPhil സൈക്കോളജി കഴിഞ്ഞ്, മനഃശാസ്ത്രം കഴിഞ്ഞ് മുതിർന്നവരിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് 12 കൊല്ലം മുന്നേ തുടങ്ങിയത്. അതിന്ന് പതുക്കെ ഈ ഒരു മേഖലയിൽ എത്തിയ ആളാണ് എന്നുള്ളത് കൊണ്ട് പഠിച്ച് കണ്ട് ഇങ്ങനെയല്ല അങ്ങനെയാണോ എന്ന് വീണ് കണ്ട് അറിയാൻ വേണ്ടി പഠിച്ച് എത്തിപ്പെട്ടതാണ്. ഇവിടെ പലർക്കും എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ട് സ്വന്തം മക്കളുടെ ജീവിതം എന്നുള്ളത് കൊണ്ട് എത്തിപ്പെട്ടവരുണ്ടാവാം. എന്നെ പോലെ തന്നെ പ്രവർത്തന മേഖല എന്നുള്ളത് കൊണ്ട് എത്തിപ്പെട്ടതുണ്ടാവാം. ഞാൻ എൻ്റെ വഴിയൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ വന്നു എന്നുള്ളതിന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട്. കാരണം മുതിർന്നവരുടെ ഇടയിൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുത്തും പ്രവർത്തിച്ചും തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ തുടങ്ങേണ്ടത് ഇതിനു മുന്നെയാണ് എന്നുള്ളത്. പല പ്രശ്നങ്ങൾക്കും എന്താ പറയുക, സൊല്യൂഷൻ, എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ പ്രശ്നങ്ങളുടെ ഗ്രാവിറ്റി കുറയ്ക്കാൻ നമ്മളെല്ലാവരുടെ കയ്യിലും ഓരോ താക്കോലുണ്ട് എന്നുള്ളതാണ്. ആ താക്കോൽ ഉപയോഗിക്കാൻ നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കണ പോലെയാ, ഓരോ ഇമ്മ്യൂണിറ്റി സ്റ്റേജ് ഉണ്ട്. ഓരോ സ്റ്റേജ് എത്തുമ്പോഴേ ഓരോ താക്കോല് തുറക്കാൻ പറ്റുള്ളൂ. ഈ താക്കോല് നമ്മൾ പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. വലുതായി ഒരു അഡോളസെന്റ് ഏജിൽ 16, 17, 18 വയസ്സുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് പലതും ഇവർക്ക് 3 വയസ്സിലും 1.5 വയസ്സിലും 2.5 വയസ്സിലും പറഞ്ഞു കൊടുക്കേണ്ടതും ചെയ്യേണ്ടതും ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് MPhilന് ശേഷം PG ഡിപ്ലോമ ഇൻ ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞ റീഹാബിലിറ്റേഷൻ സൈക്കോളജി ബേസിസ് ആയിട്ടുള്ളൊരു കോഴ്സ് ചെയ്യണതും ചെന്നൈയിലെ ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ട്രെയിനിങ് എടുക്കുന്നതും. എല്ലായിടത്തുനിന്നും പഠിച്ചു എന്ന് പറയുന്നതാണ് സത്യം. അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ നിന്നും കൊണ്ട് പഠിച്ചു എന്നുള്ളത്. അപ്പം ഇന്നത്തെ വേദിയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വിനയചന്ദ്രൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, എൻ്റെ മേഖല, നമ്മളുടെ എല്ലാവരുടെയും മേഖല സത്യം പറഞ്ഞെങ്കിൽ ഓരോരുത്തർക്കും കുതിരയുടെ കണ്ണ് കെട്ടിയ പോലെ ആയിരിക്കാം. ഓരോരുത്തരുടെയും അനുഭവങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ള മേഖലയായിരിക്കാം, പ്രവർത്തനങ്ങളുടെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. എൻ്റെ മേഖല ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ കുട്ടികളും കൂടുതലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയും ഇടയിലാണ്. ഇവിടെ അതല്ല, ഞാൻ വന്നപ്പോൾ തന്നെ പലരെയും കണ്ടു. 21 ചാർട്ടേഡ് ഡിസബിലിറ്റീസിൻ്റെ കീഴിലുള്ള എല്ലാ മേഖലയിലും മാം ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അങ്ങനെ പ്രോവർത്തിക്കുന്ന ഒരു NGO ആണെന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. പലരെയും ഞാൻ കണ്ടു, അമ്മമാരെ കണ്ടു, അച്ഛന്മാരെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു. അതിനുശേഷം ഇന്ന് ഈ പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഒരു ഏർലി ഇൻ്റർവെൻഷനിസ്റ്റ് എന്നുള്ള നിലയിൽ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഓഫ് എൻ എഫേർട്ട് യു വുഡ് ഹാവ് പുട്ട് ഇൻ ടു മേക്ക് ദം ഡാൻസ് ലൈക്ക് ദാറ്റ്. ഒരു ടീച്ചർ അവിടെ നിന്നിട്ട് ആ കുട്ടി പിന്നിൽ ഒരു സാധനം പിടിച്ച് തലയാട്ടാൻ എത്രത്തോളം അതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ആസ് എൻ ഇൻ്റർവെൻഷനിസ്റ്റ് ഐ അണ്ടർസ്റ്റാൻഡ്. ആ എഫേർട്ട് അത്രയും സുന്ദരമായിട്ട് ആ കുട്ടികൾ അവിടെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളതാണ്. അമ്മയും അച്ഛനും വീട്ടിലും സിബ്ലിങ്സും, അച്ഛനെയും അമ്മയും പോലെ തന്നെയാണ് ഏട്ടൻ, ചേച്ചി, സിബ്ലിങ്സ് എല്ലാവരും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് അറിയണതും അറിഞ്ഞതിൽ കൂടുതലും എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ എന്നേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉണ്ടാവും എന്നുള്ള തികഞ്ഞ ബോധ്യത്തോട് കൂടിയിട്ട് എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ചും എൻ്റെ എക്സ്പീരിയൻസസിൻ്റെ പരിമിതി വെച്ചും ഞാനതിനെ ഒന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. ആദ്യം ന്യൂറോ ഡൈവേഴ്സിറ്റി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, അതായത് ഈ വ്യത്യാസങ്ങൾ എന്താണ്, വൈവിധ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് അറിയണമെന്ന് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അപ്പം ഈ വൈവിധ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഒരു കുട്ടി വ്യത്യസ്തനാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക, അല്ലെങ്കിൽ തോന്നുക എങ്ങനെയാണ്? നിങ്ങളും കൂടി ഇന്ററാക്റ്റീവായി എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു കേട്ടോ. അലറിക്കോളൂ, ഒന്നും നോക്കണ്ട. സാധാരണ കുട്ടികളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കുട്ടികൾ.
യുണീക്നെസ്. ഓക്കെ, സി യുണീക്നെസ് എന്താണ് ഈ പ്രത്യേകത പറയണത്? 3 കണ്ണുണ്ടോ? 5 കൈയുണ്ടോ? എന്തിലാണ് ഈ പ്രത്യേകത കിടക്കുന്നത്? ഇന്റലക്ച്വൽ, എവറിത്തിങ്. Okay, I try to understand. You're talking about the skills. Or omniscient or all-purpose Almighty. That's what I perceive. So Okay. perception differ. Yeah, ഓരോരുത്തർക്കും ഓരോ പോലെയാണ് അതിന് മനസ്സിലാക്കുന്നത്. ഇതിനെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള നിലയ്ക്ക് പറയുക. One thing is scientifically proved chromosome disorder. ഓക്കെ, അതായത് ശാസ്ത്രീയമായി തെളിയിച്ച അല്ലെങ്കിൽ മനുഷ്യൻ ഇന്ന് വരെ നമ്മളെ സാധ്യമായ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ച നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചില ക്രൈറ്റീരിയകളിൽ പെടുന്ന ആൾക്കാർ ഒരു സൈഡിലും, അതിൽ നിന്ന് കുറച്ചെങ്കിലും വ്യതിചലിക്കുന്ന, അതിൽ നിന്ന് മാറ്റമുള്ള ഒരു വലിയ ഭൂരിഭാഗം കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളുള്ള മനുഷ്യർ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനെ കഴിവുകളുടെ ബേസിസിൽ കാണാൻ ആഗ്രഹിക്കുകയാണ്. അത് പറയാൻ ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഒരു മനുഷ്യൻ വളർന്നത് മുഖ്യമായിട്ടും ഈ 5 ഏരിയയിലാണ്. ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ദേഹം കൊണ്ട് നമ്മൾ വലുതാവും, കാല് വലുതാവും, കൈ വലുതാവും, മുടി വലുതാവും, തടി കൂടും. ഇതെല്ലാം നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന മോട്ടോർ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. രണ്ടാമത് ബുദ്ധിപരമായിട്ടുള്ള വികാസം, മൂന്നാമത് സാമൂഹ്യപരമായിട്ടുള്ള വികാസം, നാലാമത് സംസാരം, ആശയവിനിമയത്തിനുള്ളത്, അഞ്ചാമത്തെ ജീവിക്കാനുള്ള കഴിവ്, അഡാപ്റ്റേഷൻ സ്കിൽസ് എന്ന് പറയും. ഈ 5 ഏരിയയിലും മനുഷ്യർക്ക് ഇന്ന പ്രായത്തിൽ ഇന്ന പോലെയൊക്കെയെന്ന് നമ്മൾ ഏതാണ്ട് ഒരു ധാരണ വെച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ച് ബേസ്ഡ് ആയിട്ട് ഒരു ധാരണ വെച്ചിട്ടാണ് എന്താണ് വാട്ട് ഇസ് സോ കോൾഡ് നോർമൽ അല്ലെങ്കിൽ നോർമൽസിന്റെ വ്യത്യാസം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാ വളർച്ചയും ഈ 5 ഏരിയയിലും ആണെന്നുള്ളത് മനസ്സിലാക്കുന്നതെന്നാണ് നമ്മുടെ തുടക്കം. വളർച്ച, നമ്മൾ ശാരീരികമായിട്ടുള്ള വളർച്ച ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കണ്ടാൽ തിരിച്ചറിയണതാണ് കുട്ടികളുടെ വളർച്ച എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഒരു 2 മാസം 3 മാസം പ്രായമാകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ട്. അതിന് ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംഗതിയുണ്ട്. ഓരോ മാസവും എന്താ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ, ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും തല ഉറക്കണത് എപ്പോഴാണ്, കഴുത്തുറക്കണത് എപ്പോഴാണ്, കുട്ടി എപ്പോഴാണ് കമന്ന് വീണത്, അത് കഴിഞ്ഞാൽ മുട്ടുകുത്തേണ്ടത് എപ്പോഴാണ്, ഇതിനൊക്കെ ഉള്ളൊരു മാസക്കണക്കുണ്ട്. ഇത് അച്ചിട്ട പോലെ കറക്റ്റായിട്ട് എല്ലാ മക്കളും ഇതേ രീതിയിൽ വന്നോളണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും 3 മാസത്തിന്റെ ഉള്ളിൽ ഉറക്കേണ്ട തല 6 മാസമായിട്ടും കഴുത്തുറച്ചില്ല വെച്ചാൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മൾ കരുതും. നേരത്തെ മാം പറഞ്ഞ പോലെ മെഡിക്കലി നമ്മൾ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് കരുതും. കാരണം മസിൽസിനെ സംബന്ധിച്ച് കുട്ടിയുടെ ബോഡിയുടെ സ്ട്രക്ചറിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതിന്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ അത്തരം മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെയാണത് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് ഇവിടുന്നാണ്. അതായത് ഒരു താമസമുണ്ട്, എങ്ങനെയാണ് അതിനെ തരണം ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ സ്റ്റേജും നിങ്ങൾ കണ്ടുല്ലോ. നമുക്ക് നമ്മളെ കുട്ടികൾക്കും ചുറ്റുള്ളവരുടെ കുട്ടികൾ, സ്വന്തം അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞു കുട്ടികളെ സൂക്ഷിച്ചാൽ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. കാണാത്ത ഡെവലപ്മെന്റ് ഉണ്ട്. റൈറ്റ്, ദർ ആർ സം തിങ്സ് ദാറ്റ് യു കാൻ സീ. അത് നമ്മൾ വളർന്നു എന്ന് എങ്ങനെ അറിയാം? നിങ്ങളുടെ കുട്ടി പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ചുറ്റുപാടിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്നെങ്ങനെ അറിയാൻ പറ്റും? ആദ്യമായിട്ടുള്ള പ്രതികരണം എന്താവും? ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ചുറ്റുപാടിനോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് എന്താവും? സോഷ്യൽ സ്മൈൽ. അതിനൊക്കെ മുന്നേ സാർ എന്താ പറഞ്ഞേ? ചിരിക്കുക, കരയുക. നേരത്തെ മാം ഇൻട്രോഡക്ടറി സ്പീച്ചിൽ പറഞ്ഞു ജനിച്ച ഉടനെ കരയുക എന്നുള്ളത്. നമ്മളൊരു അബ്ഗാർ സ്കോർ എന്ന് പറയും. ഒരു 7ന്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നോർമൽ സ്കോർ, 10ൽ താഴെയുള്ള ഒരു സ്കോർ ഉണ്ട്. അതായത് കുട്ടീനെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഉടനെ എത്ര സമയത്തിന്റെ ഉള്ളിലാണ് നിശ്ചിത കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതിനൊരു കണക്കുണ്ട്. കരയാൻ താമസമുള്ള കുട്ടിക്ക് നമ്മളൊരു റെഡ് ഫ്ലാഗ് കരുതും. അതായത് അതിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, കുട്ടിക്ക് കരയാതിരിക്കാൻ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ നോക്കും. പിന്നീടുള്ള വളർച്ച അതിൽ തുടർന്ന് നമ്മൾ ട്രാക്ക് ചെയ്യും. കരച്ചിൽ പോലെ തന്നെയാണ് ചിരിയും. ഒരു മാസമുള്ള കുട്ടിയുടെ ചിരി എങ്ങനെയാവും? രസമുള്ള ചിരിയല്ലേ? പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ?
കണ്ണിൽ നോക്കി ചിരിക്കില്ല, ഉറക്കത്തിൽ ചിരിക്കും. അപ്പൊ ഈ ചിരി എന്ന് പറയുന്നതിൽ ഒരു സോഷ്യൽ സെൻസ് അതിനുണ്ടോ ആ സമയത്ത്? ഇല്ല. അതൊരു നമ്മൾ എന്താ പറയാ കയ്യും കാലും അനങ്ങണ പോലത്തെ ഒരു മസിൽ അനക്കം മാത്രമാണ് ആ ചിരി. പക്ഷെ ആ ചിരി മീനിങ് ഫുൾ ആവണത് എപ്പോഴാ അതൊരു അർത്ഥമുള്ള ചിരിയാവുക? അതൊരു മനുഷ്യന്റെ കണ്ണിൽ നോക്കി ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി തിരിച്ച് ചിരിക്കുമ്പോഴാണ് അതിനൊരു അർത്ഥം വരുന്നത്, അല്ലെ? അത് വരാൻ ഒരു പ്രായമുണ്ട്. ഒരു 3-4 മാസമൊക്കെ ആവുമ്പോൾ അമ്മ ഉണ്ണി കുട്ടാന്ന് വിളിച്ച് കളിപ്പിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കുക, അതെന്താ അമ്മ കാട്ടണം എന്നുള്ള അന്തം വിട്ട് നോക്കുക, അതിന് നോക്കി കുട്ടി ചിരിക്കുക എന്നൊക്കെ പറയുന്നതാണ് ആദ്യത്തെ സോഷ്യൽ റെസ്പോൺസ്. ഈ പറഞ്ഞ പോലെ അത് ആദ്യപടിയാണ്. അത് ഓരോ പ്രായത്തിലും എന്ത് ചെയ്യണം എന്നുള്ളതിന് എല്ലാ ഏരിയയിലും, നേരത്തെ ഞാൻ പറഞ്ഞ 5 ഏരിയകളിലും നമ്മളെ ചലനം പോലെ തന്നെ മൈൽ സ്റ്റോൺസ് ഉണ്ട്. ഇതിലേതില് അപാകത വന്നാലും നമ്മളത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ വരുന്ന ലോകം, എല്ലാവരും കാണുന്ന ലോകം വ്യത്യാസമുണ്ടല്ലോ, അല്ലെ? എല്ലാവരുടെയും ലോകങ്ങൾ നമ്മൾ കാണുന്ന ലോകം ഓരോ പോലെയാണ്. ഞാൻ വരുന്ന ലോകത്തിന് ഒരു എക്സ്ട്രാക്ട് ഞാൻ പറയാം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതുവരെയും ജോലി ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അവിടെ എപ്പോഴും മിക്കവാറും സംഭവിക്കുക, ഈ പ്രസവം നടക്കുന്ന ഒരു ഗൈനക്കോളജി വിങ് ഉണ്ടാവും, പീഡിയാട്രിക്സ് വിങ് ഉണ്ടാവും. അപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ കരച്ചിലിന് താമസോ അല്ലെങ്കിൽ ജന്മനാ വൈകല്യങ്ങളോട് കൂടിയിട്ടോ ഉള്ള കുട്ടികളാണെങ്കിൽ പീഡിയാട്രീഷ്യൻസ് അവരെ നമ്മൾ ഒരു നോട്ടിട്ട് വെക്കും. അവർ ഓരോ തവണയും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴും 3 മാസം, 6 മാസം, 9 മാസം, 10 മാസം, 1.5 വയസ്സ്, ഇങ്ങനെ ഒരു കണക്കില് ഈ കുട്ടിയുടെ പോക്ക് കറക്റ്റായിട്ടാണോ, വളർച്ചയുടെ പോക്ക് കറക്റ്റായിട്ടാണോ എന്നുള്ളത് ട്രാക്ക് ചെയ്യും. 3 മാസം മുതൽ ഇതിന്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വിടും. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനല്ല, എൻ്റെ പിന്നിലൊരു കൂട്ടം മനുഷ്യർ വേറെയുണ്ട്, അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ. അവരാണ് പിന്നെ അതിൽ പ്രവർത്തിച്ചു തുടങ്ങുക, നിങ്ങളും ഞാനും ഉള്ള പോലെ. ഓക്കെ, വളർച്ചയിൽ പാകപ്പിഴകൾ വരുമ്പോൾ സംഭവിക്കുന്ന 2 എണ്ണമാണ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഡ്വാർഫിസം അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി, അല്ലെങ്കിൽ എന്താ പറയുക ഹെമിപ്ലീജിയ, ഹെമിപാരസിസ്, ശരീരത്തിന്റെ ഭാഗങ്ങളിലെ ചലനങ്ങളുടെ വ്യത്യാസം, കാഴ്ചയുടെ പരിമിതി, കേൾവിശക്തിയുടെ പരിമിതി, ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എന്നാൽ കാമാക്ഷി മാം പറഞ്ഞ പോലെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെങ്കിൽ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ആണെങ്കിൽ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല. ഇനി എന്താ പറയുക ബൗദ്ധികപരമായിട്ടുള്ള വെല്ലുവിളികളാണെങ്കിലും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം നമ്മളെ പോലെ തന്നെ, നമ്മൾ തന്നെ എത്ര ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ടെസ്റ്റ് ചെയ്താൽ അറിയാം എങ്ങനെയാണ് എവിടെയാ എന്തൊക്കെയാ കിടക്കണമെന്നുള്ളത്. അപ്പം നമ്മളുടെ ഇടയിൽ തന്നെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ബോർഡർ ലൈൻ ബുദ്ധിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും ഉണ്ട്. ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്നറിയോ? കാണുന്ന സാധനങ്ങൾക്കൊരു ഗുണമുണ്ട്. എന്താ ഗുണം? തിരിച്ചറിയാൻ എളുപ്പമാണ്, അല്ലെ? തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം? സഹായങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. കാണാൻ പറ്റാതെ ആയാലോ? തിരിച്ചറിയാനും പ്രയാസമാണ്, സഹായം കൊടുക്കാൻ പ്രയാസമാണ്, സഹായം കിട്ടിയാൽ ഉപയോഗിക്കാൻ അറിയാത്ത വിധം പ്രയാസങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും ട്രിക്കിയസ്റ്റ് പാർട്ട് ഈ ഇൻവിസിബിൾ ഡിസബിലിറ്റിയിലാണ്. ഒന്നും എന്താ പറയുക, നാരായണത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞ പോലെയാണ്, ഒന്നും സുഖാണെന്ന് പറയുന്നില്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇൻവിസിബിൾ ഡിസബിലിറ്റീസിന് കുറച്ച് കടുപ്പം കൂടുതലാണ്. വിൽ ഗോ ടു ദ നെക്സ്റ്റ് വൺ. ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഇവിടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 21 കാറ്റഗറിയിലുള്ള എല്ലാ ഡിസബിലിറ്റി എടുത്ത് സംസാരിക്കണില്ല. പക്ഷെ അതിനെ കൂട്ടത്തോടെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കുട്ടികളിലെ വളർച്ചയിൽ വരുന്ന വൈകല്യങ്ങൾ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതും ഇവിടെയാണ് നമുക്ക് ശ്രദ്ധ വേണ്ട സ്ഥലം. അതായത് ഒരു കുട്ടി ജനിച്ച ഉടനെ നമുക്ക് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ശാസ്ത്ര മേഖല ഉണ്ട്, ഡെവലപ്മെന്റൽ സൈക്കോപത്തോളജി എന്ന് പറയും. അതായത് എങ്ങനെയാണ് ഈ അവസ്ഥകൾ, വ്യത്യാസമുള്ള അവസ്ഥകൾ, ഞാൻ അതിന് അസുഖം എന്നൊരിക്കലും പറയില്ല, അവസ്ഥകളാണ്. അവസ്ഥകൾ എവിടുന്ന് തുടങ്ങണു, എങ്ങനെയാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യണം എന്നുള്ളതെല്ലാം ഈ ഡെവലപ്മെന്റൽ സൈക്കോപത്തോളജിയിലാണ് വെസ്റ്റേൺ ശാസ്ത്രപ്രകാരം പറയണത്. ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ പ്ലീസ്. ഇനി അത് എന്താണെന്നുള്ളത് ഇവിടെയാണ് കാമാക്ഷി മാം പറഞ്ഞ കാര്യത്തിൻ്റെയൊക്കെ. ഇപ്പം നമ്മൾ വളരെ തിയറിറ്റിക്കലായിട്ട് എന്ത് അസുഖം അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട്, എന്ത് അവസ്ഥ എന്താണെന്നുള്ളത് ചർച്ച ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ ഒരു സമൂഹം എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളും
അതിൻ്റെ വൈദികപരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. എന്ത് ഡിസോർഡറിനെയും എന്ത് ഡിസബിലിറ്റീനെയും പൊതുവെ നമ്മൾ രണ്ട് കണ്ണുകൂടെയാണ് പൊതുവായിട്ട് കാണാറുള്ളത്. അതിൽ മെഡിക്കൽ മോഡൽ എന്തായിരിക്കും? മരുന്നുകൊണ്ട്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വരുന്നത്? മരുന്ന് വരും, ഡോക്ടർമാർ വരും, അല്ലേ? അപ്പോൾ നമ്മളൊരു പനിയും ജലദോഷവും ഒക്കെ പോലെ എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കി, ഈ അസുഖം വരുന്നത് എന്തുകൊണ്ടാ, എവിടുന്ന, മനസ്സെന്നാണോ ശരീരത്തെന്നാണോ? ഐഡിയലി രണ്ടൊന്നും വരാം. പക്ഷെ നമ്മളുടെ മനസ്സിൽ മെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ശാരീരികമായിട്ടുള്ള ഒരു അസുഖമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അത് വരുമ്പോൾ നേരത്തെ മാം പറഞ്ഞ പോലെ നമ്മളെ നിലവിലുള്ള എന്താ പറയുക റിസർച്ചസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, എന്താണ് അതിൻ്റെ കാരണം? ഒരു ബ്രെയിൻ MRI എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, കുട്ടിയുടെ ശരീരത്തിൽ എന്തെങ്കിലും ഘടനകളിൽ വ്യത്യാസം ഉണ്ടോ, ശരീരത്തിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കി ഒരു പേര് കൊടുക്കും, അതിന് വേണ്ട ചികിത്സ കൊടുക്കും. ഇങ്ങനെയാണ് മെഡിക്കൽ മോഡലിൽ വരുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞ സാധനമാണ് സോഷ്യൽ മോഡൽ. അതെന്തായിരിക്കും? സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹ്യപരമായിട്ടുള്ള. അപ്പൊ നമ്മൾ അതിനെ സാമൂഹ്യപരമായ ഒരു വിഷയം മാത്രമായിട്ട് കാണും. മനസ്സിലായോ? ബുദ്ധിമുട്ടുകളെ നമ്മൾ കാണുന്നില്ല, പക്ഷെ അത് സാമൂഹ്യപരമായിട്ട് ആ കുട്ടി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപെടുന്നത് എന്നുള്ളത് മാത്രം കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യും. അതിനുള്ള സഹായങ്ങൾ കൊടുക്കും, അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും, അതിനുവേണ്ട നിയമങ്ങൾ നമ്മൾ നിർമ്മിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് പൊതുവേ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസബിലിറ്റീസിനെ കുറിച്ച് സംസാരിക്കാറ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഒരു രീതിയുണ്ട്, ഇന്റർഫേസ് മോഡൽ എന്ന് പറയും. അതാണ് ആക്ച്വലി ഇതുവരെ നമ്മൾ റിസർച്ച് ചെയ്തതിൽപ്പെട്ട് ഏറ്റവും നന്നായി നടക്കുന്നൊരു കാര്യം. അതായത് ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ രണ്ട് വശവും ചിന്തിക്കണം എന്നുള്ളത്. മെഡിക്കൽ ഭാഗവും നമ്മൾ ചിന്തിക്കണം, സോഷ്യൽ ഭാഗവും നമ്മൾ ചിന്തിക്കണം. ഇതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയാം ഇതിന്റെ ബുദ്ധിമുട്ട് എവിടെയാണ് കിടക്കണമെന്നുള്ളത്. മെഡിക്കൽ മോഡൽ മാത്രം അനുസരിച്ച് ഒരു വൈകല്യത്തിനെ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയെ കാണുന്ന ഒരാൾക്ക് പ്രശ്നമുണ്ടാവാനുള്ള സാധ്യത എവിടെയാണെന്നറിയോ? അവിടെയാണ് ന്യൂറോ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് അറിയേണ്ടതും അറിയാത്തതും എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതൊരു അസുഖമാണെന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം മരുന്ന് കഴിക്കും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കാലങ്ങളായിട്ടൊരു നടുവേദന ഉണ്ടെന്ന് വെച്ചോളൂ. നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെ കണ്ടു, മരുന്ന് കഴിച്ചു. അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡീഷ്യനെ കണ്ടു, മരുന്ന് കഴിച്ചു. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടും ഭേദമില്ല. നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഡോക്ടറുടെ അടുത്തേക്ക് പോവും, വേറെ മരുന്ന് കഴിച്ചു നോക്കും, പാരലലായിട്ടുള്ള മറ്റ് ചികിത്സാ രീതികൾക്ക് പോവും, അല്ലേ? എന്നിട്ടും മാറ്റമില്ലെങ്കിലോ എന്താ ചെയ്യാ? നമ്മൾ വേണ്ടാക്കിയോ? ഇതൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് പറയോ? നമ്മൾ സഹിക്കോ? ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ ആവില്ല, 15 കൊല്ലമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരിക്കോ? അതിനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ആണെങ്കിൽ അപ്പോ സോഷ്യൽ മോഡൽ എന്ന് പറയണതിൽ സാമൂഹ്യപരമായിട്ടാണ് നമ്മൾ ആ അസുഖത്തിനെ കാണുന്നതെങ്കിലോ, ഒരു നടുവേദന വന്നു, നമ്മളുടെ പൊട്ടഭാഗ്യത്തിന് നമ്മളൊന്ന് വീണു എന്ന് വിചാരിക്കുക. 10 കൊല്ലം മുന്നേ നമ്മൾ വീണിട്ടുമുണ്ട്. സോഷ്യൽ മോഡലായിട്ട് ഒരു കാര്യത്തിനെ കാണുന്ന ആൾ അതിനെ എങ്ങനെ നിർവചിക്കുകയായിരിക്കും? ശ്രദ്ധിക്കാതെ നടന്നിട്ടല്ലേന്ന് ചോദിക്കില്ലേ? ചോദിക്കോ? നിങ്ങൾ ശ്രദ്ധിക്കാതെ നടന്ന് വീണിട്ടല്ലേ ഇപ്പൊ ഈ നടുവേദന വന്നത്, അല്ലേ? അപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ചികിത്സിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെന്ത് പറയും? വരുത്തി വെച്ചതല്ലേ ചോദിക്കോ? ഇതാണ് ഇതിന്റെ പ്രശ്നം. ഈ രണ്ട് മോഡലിനും മാത്രം കുതിരയ്ക്ക് കണ്ണു കിട്ടിയ പോലെ ചിന്തിച്ചുള്ള പ്രശ്നം അതാണ്. വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ വരുത്തി വെക്കണതാണോ? അല്ല. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയുടെ അമ്മയോട്, ഇഫ് യു ആസ്ക് എ പാരന്റ് ഓഫ് എൻ ഓട്ടിസ്റ്റിക് ചൈൽഡ്, യു വിൽ നോ. എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും ഒരു ബാഡ് പാരന്റിങ് എന്നുള്ളൊരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുട്ടീനെ ചെറുപ്പത്തിൽ നന്നായി സംസാരിക്കാത്തതുകൊണ്ടാണ്, കുട്ടിയോട് നേരെ പെരുമാറാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നന്നായി പാരന്റിങ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളുടെ സ്വഭാവദൂഷ്യം കൊണ്ടാണ് നിങ്ങളുടെ കുട്ടിക്ക് കുഴപ്പം വന്ന്. അങ്ങനെ കേട്ട ഏതെങ്കിലും അമ്മമാരുണ്ടോ ഇവിടെ? ധാരാളം പേരുണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ അമ്മമാരുണ്ടോ എന്ന് ചോദിച്ചതെന്നറിയോ? അവിടെയും ഇതിന്റെ പ്രശ്നം കിടക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം നമ്മൾ ആരെന്നെ തലയിലിടുക? സംസാരം തുടങ്ങാൻ പ്രയാസമുള്ള ഒരു കുട്ടിയാണ്. ഇത് എന്നെ പോലെ സദാസമയം ഫോണും കൊണ്ട് നടക്കുന്ന ഒരാളുമാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് സംസാരിക്കാൻ താമസം വന്നാൽ ആദ്യം എൻ്റെ മണ്ടയ്ക്ക് വരുമോ? വരില്ലേ? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചൊരു കുട്ടി ഉണ്ടാവുമോ? അച്ഛനെ അവിടെ പോയി? അച്ഛനെ നമ്മൾ പറയില്ല.
കാരണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ അമ്മ എന്നുള്ള പേര് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു പ്രാക്ടിക്കൽ ഇതിലേക്ക് വരുമ്പോൾ ഒരുപാട് അമ്മമാർ ഇരുന്ന് നമ്മുടെ മുന്നിൽ ഇരുന്ന് ഉരുകണത് കാണാം. അതായത് ഒരു കുട്ടിക്ക് അവനവൻ്റെ കുട്ടി എന്ത് ബുദ്ധിമുട്ട് വന്നാലും, ഒരു വയറിളക്കാണെങ്കിലും ശരി, ഒരു ബുദ്ധിപരമായിട്ടുള്ള വൈകല്യമാണെങ്കിലും ശരി, അമ്മമാർക്കും അച്ഛന്മാർക്കും ദണ്ണം ഒരേപോലെയാണ് അല്ലേ. അതിൽ നമ്മളെ കൈ ചൂണ്ടി ഒരു വാക്കും കൂടി അതിൽ വന്നാൽ അതിൽ എത്രത്തോളം നമുക്ക് ഗിൽറ്റി ഫീലിംഗ് വരും. ഇതെല്ലാം ഈ സോഷ്യൽ മോഡൽ ഫോൾട്ടി ആയിട്ട് ഉപയോഗിക്കണതിൻ്റെ പ്രശ്നമാണ്. നേരെ മറിച്ച് അസുഖമായി കണ്ടാൽ എന്താണ്, നമ്മളെ കയ്യിലല്ല, ഡോക്ടറുടെ കയ്യിലല്ലേ നമ്മളെ കുട്ടിയുടെ അസുഖത്തിന്റെ പ്രോഗ്നോസിസ് ഇരിക്കുന്നത്. അപ്പൊ എൻ്റെ കുട്ടി ബെറ്റർ ആവുമോ അല്ലയോ എന്നുള്ളത് ആരുടെ കയ്യിലാണ്? ഡോക്ടറുടെ കയ്യിലാണ്. അങ്ങനെ നടക്കുമോ? ഇല്ല. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ നടുവിലും പെട്ട ഒരു മോഡലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് റിസർച്ചേഴ്സ് പറയുന്നത്. ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് വൺ? ഇവിടെയാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മിത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിനൊക്കെ കാരണം? നേരത്തെ പറഞ്ഞ 2 മോഡലുകളെ കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിലും സാധാരണ മനുഷ്യർ ആദ്യം പറയുക നേരത്തെ പറഞ്ഞ പോലെ അച്ഛനെയോ അമ്മേനെയോ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ അമ്മമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ കുട്ടിക്ക് സംസാരിക്കാൻ താമസം വന്നു, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മുതിർന്ന ആള് ആദ്യം പറയണ ഒരു ഓപ്ഷൻ എന്തായിരിക്കും? 2.5 വയസ്സുള്ള കുട്ടിയാണ്, ആകെ ഒപ്പിച്ചൊപ്പിച്ചൊരു 10 വാക്ക് പറയുന്നുണ്ട്. അമ്മയ്ക്ക് തോന്നുകയാണ് എൻ്റെ കുട്ടി കുറച്ച് സംസാരം കുറവാണോ എന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഇൻപുട്ട് എന്തായിരിക്കും? ആൺകുട്ടികൾ പതുക്കെ സംസാരിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മളുടെ കയ്യിൽ ഇതേപോലെ നമ്മളെ കയ്യിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയും, നമ്മളെ പരിധിയിൽ പെടാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയും. ഇല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മയുടെ വീട്ടുകാരെല്ലാവരും പതുക്കെയാ സംസാരിച്ചത്, അല്ലെങ്കിൽ അവന്റെ അച്ഛൻ ഇതേപോലെയായിരുന്നു, പതുക്കെ സംസാരിച്ചത്. പിരിപിരിപിരിങ്ങനെ ഓടി നടക്കുന്ന കുട്ടികളാണെങ്കിലോ, ഇവന്റെ അച്ഛൻ ഇതേപോലെയായിരുന്നു ചെറുപ്പത്തില്. കേക്കില്ലേ? അത് അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളൊരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്തു. എൻ്റെ കുട്ടിക്ക് പൊതുവിൽ കൂടുതൽ വികൃതി ഉണ്ട് എന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ഞാനത് പറയാൻ ചെന്നപ്പോൾ എന്നെ നെഗേറ്റ് ചെയ്തു. അതായത് ഞാൻ പറയണതിൽ കാര്യമില്ല, ഇതൊക്കെ ഉണ്ടാവും, കുട്ടികൾക്ക് വികൃതി ഉണ്ടാവും എന്ന് പറയുമ്പോൾ 2.5 വയസ്സിൽ ഒരു സഹായം കിട്ടേണ്ട കുട്ടിക്ക് 6 മാസമെങ്കിൽ 6 മാസം താമസം വരും. അവിടെയാണ് എന്തുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വളരെ ചെറുപ്പത്തിൽ അറിഞ്ഞിരിക്കണം. ഏർലി ഐഡന്റിഫിക്കേഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സംസാരത്തിലുള്ള താമസം, മുഖത്ത് നോക്കി ചിരിക്കാനുള്ള താമസം. നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, ആരെ കണ്ടാലും നോക്കി ചിരിക്കണില്ലെങ്കിൽ മിടുക്കനാണ്, അവൻ ABCD പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ഫോൺ കാണുന്നുണ്ട്, ഫോണിന്റെ എല്ലാ സകല സൂത്രങ്ങളും അറിയാം. പക്ഷെ അവന്റെ മുഖത്ത് നോക്കി എന്താ കൂട്ടാ പേരെന്ന് ചോദിച്ചാൽ പറയാറിയില്ല. 3 വയസ്സായി, എന്താ ഇന്ന് രാവിലെ കഴിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുകളെ 5 ഏരിയയിലും നോക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പൊ എന്ത് കാരണമാണ് ഉണ്ടാവണത് എന്നുള്ളതിലത്തെ പല മിത്തുകളും ഉണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പാരമ്പര്യത്തിന് പഴിചാരുക, സ്വഭാവദൂഷ്യം, അമ്മയുടെയും അച്ഛൻ്റെയും വളർത്തുദോഷത്തിന് പഴിചാരുക, അല്ലെങ്കിൽ ചില വാക്സിൻസ് കാരണമാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വരണ എന്നുള്ള പോലത്തെ മിഥ്യാധാരണകൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഒരുപാട് മിഥ്യാധാരണകൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം വരുന്നത്. ഇനി ഇതൊന്നും ഇല്ലാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്താ അത്? എല്ലാവർക്കും അറിയുണ്ടാവും. പൊതുവെ ആരും പുറത്ത് പറയാത്ത, അധികം ഉറക്ക പറയാത്ത ചില കാരണങ്ങളുണ്ട്. അയ്യോ, വിധി നമ്മുടെ കയ്യിലില്ലാത്ത കാര്യം, അതിനെ കുറിച്ച് ഞാനൊന്നും പറയണില്ല. മുന്നത്തെ ജന്മത്തെ പാപം, അതാരും കേട്ടിട്ടില്ലേ ഇവിടെ? കേട്ടവരുണ്ട്, ഭാഗ്യം. നമ്മൾ മുന്നത്തെ ജന്മത്തിൽ ചെയ്ത പാപമാണ് നമ്മുടെ കുട്ടികളായിട്ട് വരണത്. ഇതിലും വലിയ ട്രിഗർ വേറെ ഒന്നുമില്ല. മുന്നേ ജന്മമുണ്ടോ ഇല്ലേ അത് വേറെ തർക്കം, അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതല്ല. എന്നാൽ അവിടെ ചെയ്ത പാപം നമുക്ക് അപ്പം തന്നെ കിട്ടും, പേടിക്കാനില്ല. ഇനി അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കാൻ ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ഇന്ന് അതവിടെ ഇറക്കി വെച്ചിട്ട് പോകണം. നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അമ്മമാരോട് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമുണ്ട്, സോഷ്യൽ മോഡലും മെഡിക്കൽ മോഡലും നമ്മളുടെ സമാധാനത്തിനനുസരിച്ച് നമുക്ക് സ്വിച്ച് ചെയ്യാം. നമ്മൾ കുറച്ച് ശാസ്ത്രത്തിന് വിശ്വസിക്കണം. അപ്പോൾ കുട്ടി ഉണ്ടാവണത് മുന്നത്തെ ജന്മത്തിൽ നിന്ന് തന്നതല്ല, ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയതാണെന്നുള്ളത് അടിയുറച്ച് വിശ്വസിക്കണം. നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് മുന്നിലേക്ക് കാണണമെങ്കിൽ അതേ നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിധിയെ പഴിചാരിയിരിക്കും. നമ്മുടെ കുട്ടിയുടെ ജീവിതമാണ് നമ്മൾ വേറെ ആളുടെ കയ്യിൽ കൊടുക്കുന്നത്. Can we move on to the next one, please? അടുത്തത് കഴിവുകളെ കുറിച്ചാണ്. Kamakshi ma'am, you would know. Like, do you really believe like an autistic child would have a 7th skill? Kamakshi ma'am will be able to tell that.
ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലുള്ള കുട്ടി ഇന്നിപ്പോ ഡാൻസ് കണ്ടുല്ലോ, അതിൽ കുറെ ഐ എം അസ്യൂമിങ്, എനിക്ക് അറിയില്ല, നിങ്ങളുടെ ഡയഗ്നോസിസ് അറിയില്ല, എന്താ കൂടി മാനസികമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാ കുട്ടികളും ഇതേപോലെ ഡാൻസ് ചെയ്യോ? എല്ലാ കുട്ടികൾക്കും ഭയങ്കര മെമ്മറി. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അവൻ നന്നായി പാട്ട് പാടുവോ? ഉണ്ട്. അവന് ഭയങ്കര ഓർമ്മയാണോ, ഡേറ്റ് ഒക്കെ ഓർമ്മിച്ച് വെക്കുവോ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനത്തെ കഴിവുകളുള്ള കുട്ടിയാണോ? ഇതുവരെ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ അബദ്ധധാരണയാണ്. എന്നെയും നിങ്ങളെയും പോലെ എന്ന് പറയണത് ഞാൻ നോർമൽ ആണെന്നുള്ളത് ഞാൻ വാദിക്കുന്നില്ല ഒരു തരത്തിലും. പക്ഷെ സീമിംഗ്ലി നമ്മൾ കാഴ്ചയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ച് പോകാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണവർക്ക് തന്നെ ഇപ്പൊ ഈ സംസാരിക്കാൻ പറ്റണ എനിക്ക് ഇത് തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ ആക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പതുങ്ങും. ഞാൻ അലേർട്ട് ആവും, എൻ്റെ ഭാഷ മാറും, ആംഗ്യം മാറും, ഇംഗ്ലീഷ് വരും. ഈ പറയണ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിക്കൊള്ളണം നിർബന്ധമുണ്ടോ? ഞാൻ നന്നായി പാട്ട് പാടണം എന്നുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമുണ്ടോ? ആ പറഞ്ഞ പോലെയാണത്. അതായത് ചില വൈകല്യങ്ങൾ, ചില ഈ 21 കാറ്റഗറിയിലുള്ള വൈകല്യങ്ങളിൽ പെടുന്ന ചിലവർക്കെങ്കിലും ഈ വിദ്യാധാര ഉണ്ട്. ഓട്ടിസ്റ്റിക് ആണെങ്കിൽ പാട്ട് പാടും, അവനെ നിങ്ങൾ പാട്ട് പഠിപ്പിക്കും നന്നാവും എന്ന് പറയും. ഡാൻസിന് വിട്, കരാട്ടയ്ക്ക് വിട്, അല്ലെങ്കിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും എന്ന് പറയും. ഇതിലത്തെ പ്രശ്നം എന്താണെന്നറിയോ? അങ്ങനെ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മളെല്ലാവരെയും പോലെ തന്നെയാണ് കഴിവുകൾ എല്ലാ കുട്ടികൾക്കും. ഉണ്ടാവാൻ, ഉണ്ടാവാതിരിക്കാൻ, കുറയാൻ, കൂടാൻ. പക്ഷെ ഇതിലത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ അമ്മയുടെ മുകളിൽ അല്ലെങ്കിൽ ആ അച്ഛൻ്റെ മുകളിലുള്ള പ്രഷർ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു 12 വയസ്സ് 16 വയസ്സ് വരെ ഈ കഴിവ് തപ്പി നമ്മൾ നടക്കും. കാരണം ബാക്കി എല്ലാറ്റിലും ബുദ്ധിമുട്ടുണ്ട്. എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് പരിപോഷിപ്പിക്കാമായിരുന്നു. ഈ കഴിവ് തപ്പി കിട്ടിയില്ലെങ്കിലുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയും. അപ്പൊ എന്ത് ചെയ്യണം? ഈ അനാവശ്യമായിട്ടുള്ള പ്രഷർ നമ്മൾ കൊടുക്കരുത്. ഒരു കുട്ടിക്ക് കഴിവുണ്ടാക്കണം നിർബന്ധമില്ല, അവരവരുടെ പാട്ടിന് ജീവിക്കട്ടെ. എന്താ വേണ്ടത്? ദേ ഷുഡ് ഹാവ് ദ സ്കിൽസ് ടു ലിവ് ഇൻ ദിസ് സൊസൈറ്റി. ജീവിക്കാനുള്ള കഴിവുകളാണ് വേണ്ടത്. അത്യാവശ്യം പാട്ടൊന്നും പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവിച്ചു പോകാം, റൈറ്റ്? പക്ഷെ സ്വന്തം ഡ്രസ്സ് അഴിക്കാനോ ഇടാനോ പറ്റാത്തൊരു കുട്ടി, സ്വന്തം ടോയ്ലറ്റ് നീഡ്സ് പറയാൻ പറ്റാത്തൊരു കുട്ടി ജീവിക്കാൻ പറ്റുമോ? പറ്റായില്ല, പ്രയാസമാണ് അല്ലേ? അപ്പൊ എന്തിലാ നമ്മളുടെ ഫോക്കസ് വേണ്ടത്? ഡാൻസ് കളിപ്പിക്കാനാണോ, അതോ കയ്യിന്റെയും കണ്ണിന്റെയും മൂവ്മെന്റ് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഏകോപിപ്പിച്ച് എഴുതാനോ ബട്ടൺ ഇടാനോ പഠിപ്പിക്കാനാണോ? മറ്റതാണ്, റൈറ്റ്? അപ്പൊ കഴിവുകളെ കുറിച്ച് മോസ്റ്റ്ലി ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിലാണത് പറയുക. ഇനി കഴിവ് കേടിനെ കുറിച്ച് നമ്മളൊന്ന് അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യും. നമ്മൾ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ഇന്നലെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒ പിയിൽ വന്നൊരു ഡൗൺ സിൻഡ്രം ഡയഗ്നോസ് ചെയ്ത 2.5 വയസ്സുള്ള ഒരു കുട്ടി. വളരെ ലേറ്റ് പാരൻസ് ആണ്. 38 വയസ്സ് 39 വയസ്സിലോട്ട് ഗർഭമുണ്ടായി. 21 വയസ്സ് ഡിഫറൻസിലോട്ട് ഉണ്ടായ കുട്ടിയാണ്. ഡൗൺ സിൻഡ്രം ആണ്. മിടുക്കത്തി കിട്ടി. അവർക്ക് അപ്പോഴാണ് ഡൗൺ സിൻഡ്രോം എന്നുള്ള ഡയഗ്നോസിസ് കിട്ടുന്നത്. നമുക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക എന്താ? ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ് മനസ്സിൽ വരുമോ? ബൗദ്ധികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, കണ്ടാൽ തിരിച്ചറിയപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ ഒരു മനുഷ്യനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്നും അളക്കില്ലേ? സാമാന്യം എല്ലാ മനുഷ്യരും ചെയ്യണ കാര്യമല്ലേ? ഇപ്പൊ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ, ഈ മുടി വെട്ടി വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടാവും. ഇതെന്താ ഈ മുടി വെട്ടി നടക്കണം? അസുഖം വല്ലതുമാണോ? ചിലപ്പോൾ വട്ടാവും, സൈക്കാട്രിക് അല്ലേ? ഇത് നമുക്കറിയാതെ വരേണ്ടതാണ്. അതായത് മനുഷ്യന്റെ മനസ്സിലെ സ്കീമ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അതിലേക്ക് എങ്ങനെയെങ്കിലും ഫിറ്റ് ചെയ്യാൻ നോക്കും. എനിക്ക് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് എന്താണോ പരിമിതമായിട്ടുള്ള അറിവ് അതിലേക്ക് ഈ കുട്ടീനെ ഞാൻ പിടിച്ചിടാൻ നോക്കും. ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സ്റ്റിഗ്മ, മലയാളം അറിയോ എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ്? മുടി വെട്ടി ലിപ്സ്റ്റിക് ഇട്ട് ഇങ്ങനെ പേക്കോലം കെട്ടി നടക്കണവരൊന്നും മലയാളികളല്ല എന്നുള്ളൊരു ധാരണ നമ്മളുണ്ട്. അല്ലെങ്കിൽ പ്രത്യേക നിറം വെച്ചിട്ടോ എന്തെങ്കിലും അടിസ്ഥാനങ്ങൾ ഉണ്ടാവാം നമ്മളെ മനസ്സിൽ. പക്ഷെ അത് അല്ല, സത്യാവസ്ഥ അതല്ല. അതേപോലെ ഈ ഡൗൺ സിൻഡ്രോം ഡയഗ്നോസിസ് ഉള്ള കുട്ടിയുടെ കാര്യം പറയാണ്. സംസാരത്തില് 2.5 വയസ്സിന്റെ അതേ ലെവലിൽ സംസാരം, അല്ല മിടുക്കി കുട്ടി. സംസാരം, സോഷ്യൽ സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസ്, കാര്യങ്ങൾ തിരിച്ചറിയണേല് ഒന്നിനും ഒരു കുഴപ്പമില്ല. ആകെയുള്ളത് ചലനത്തിൽ മാത്രം ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടിക്ക് പറഞ്ഞ പോലെ കാർഡിയാക് ഇഷ്യൂസ് ഇല്ല,
വേറെ അസോസിയേറ്റഡ് കണ്ടീഷൻസ് ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണ് നമ്മളുടെ ഇടയിൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വളരെ അഡാപ്റ്റബിൾ ആയിട്ട് ജീവിക്കുന്ന ഡൗൺ സിൻഡ്രോം കുട്ടികൾ. ഞാൻ പറയണത്, നമ്മൾ ആ ഡയഗ്നോസിസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കഴിവ് നമ്മൾ കാണാതെ പോകും. ഉള്ള കഴിവിനെ കാണാതിരിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. 7 സ്കിൽസ് എന്ന് പറയുന്നതാണ് ഈ അസാമാന്യമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് കേട്ടോ, അതിന്റെ വേറെ വാക്കാണ്. സോ കോൾഡ് എംപയർമെന്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒന്നുമില്ല എന്ന് തന്നെ വെച്ചോളൂ. വേറെ ഒന്നും ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷെ മുഖത്ത് നോക്കി ചിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. കുട്ടികളുടെ കൂടെ കളിക്കാൻ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? സാരില്ല എന്ന് പറഞ്ഞു വിടുവോ? ഇല്ല. അവിടെയാണ് നമ്മൾ തെറാപ്പി സജസ്റ്റ് ചെയ്യും. തെറാപ്പി എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഒരു സ്പീച്ച് തെറാപ്പി കൊടുക്കുമ്പോഴോ ഒരു ബിഹേവിയർ തെറാപ്പി കൊടുക്കുമ്പോഴോ ഒരു ഫിസിയോതെറാപ്പി കൊടുക്കുമ്പോഴോ സത്യം പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ഇതാണ് ഉള്ളിൽ ചെയ്യുന്നത്. നമ്മളുടെ ഉള്ള കഴിവിനെ പുഷ്ടിപ്പെടുത്തുക, നല്ല സ്ട്രോങ് ആക്കി എടുക്കുക. കുറവുള്ള ഭാഗങ്ങളെ കോമ്പൻസേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും ഭാഗങ്ങൾ അവർക്ക് വേണ്ട പണികൾ ചെയ്യുക എന്നുള്ളത്. ഒരു 6 വയസ്സ് വരെ ഉണ്ടാവുന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വളർച്ചയുടെ ത്വരിത അതിൽ കൂടുതൽ അതിനപ്പുറമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. അതായത് നമ്മളെ വളർച്ച അപ്പോഴും ഉണ്ട്, നമ്മൾ ഈ പ്രായത്തിലും വളരുന്നുണ്ട്, പക്ഷെ എത്ര വേഗമല്ല വളരുന്നത്. അപ്പൊ ഏറ്റവും വേഗം വളരുന്ന പ്രായത്തിൽ തെറാപ്പി കൊടുക്കും തോറും ഏറ്റവും വേഗം വ്യത്യാസങ്ങൾ വരും. ഈ പറഞ്ഞ ഏത് ബുദ്ധിമുട്ടുകളിലും ഈ 5 ഏരിയയിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിലും ശരി, തെറാപ്പി കൊടുക്കും തോറും അതിലത്തെ വ്യത്യാസങ്ങൾ കുറച്ചുകൂടി വേഗം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 1.5 വയസ്സിൽ ഓട്ടിസ്റ്റിക് ഫീച്ചറായിട്ട് വരുന്ന ഒരു കുട്ടീനെ നമ്മൾ നിർബന്ധമായിട്ടും തെറാപ്പി കൊടുക്കും. അല്ലാതെ ഒരു 6 വയസ്സ് വരെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കില്ല. തെറാപ്പിയോടൊപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റുട്ടീൻ ചേഞ്ചസ് ഉണ്ടായിരിക്കുക, സെൻസറി എൻവയോൺമെന്റ് എല്ലാം കൺട്രോൾ ചെയ്യുക. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാ ഡിസബിലിറ്റിയിലും ഉള്ളതാണ്. നിങ്ങളുടെ മകന്റെ മകളുടെ അവസ്ഥ എന്തോ ആയിക്കോട്ടെ, ഈ പറഞ്ഞതെല്ലാം ബാധിക്കും. അതായത് ദൈനംദിന ജീവിതത്തിലത്തെ കാര്യങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മളും നമ്മളെ പരിസരവുമായിട്ടുള്ള ഇടപെടലിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തൊട്ടറിയുന്നത്, കണ്ടറിയുന്നത്, കേട്ടറിയുന്നത്, മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അടുത്തത് മാനസികമായിട്ട് വൈകാരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലത്തെ കാര്യം. 2 സാധ്യതകളാണുള്ളത്. നമുക്കതിനെ ബുദ്ധിമുട്ടുകളായിട്ടും കാണാം, സ്ട്രെങ്ത് ആയിട്ടും കാണാം. ഏത് വേണം എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. ഇപ്പോൾ കൈ കൊണ്ട് കൊരുത്ത് മാല കോർത്ത് അല്ലെങ്കിൽ ഒരു ബീഡ് സോർട്ടിങ് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ. ആ കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാണ്. പിന്നെ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ചിന്തിക്കണം. അതായത് ബുദ്ധിമുട്ടിനെ എങ്ങനെയും 18 വയസ്സായിട്ട് മാല കോർക്കാൻ തന്നെ നമ്മൾ പഠിപ്പിക്കണോ, അതോ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ കാര്യങ്ങൾ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കണോ? പെൻസിൽ നമ്മൾ ഇങ്ങനെ തന്നെ പിടിക്കണം എന്ന് നിർബന്ധം പിടിക്കണോ, അതോ ഇങ്ങനെ പിടിച്ചാലോ എഴുതിയാൽ മതിയോ? ഇനി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്, ഒരു ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടിയാണ്, വാക്കുകൾ വളരെ കുറവാണ്, അറിയാൻ പറയില്ല, സംസാരിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള നിലയ്ക്ക് 16 വയസ്സ് വരെ നമുക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കണോ, അതോ അതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആയിട്ടുള്ള AAC മെത്തേഡ് എന്ന് പറയും, സംസാരിക്കാനുള്ള ഇതര മാർഗങ്ങൾ, സൈൻ ലാംഗ്വേജ് ആയിക്കോട്ടെ, വിനയചന്ദ്രനൊക്കെ ഇവിടെ ഒന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്, സൈൻ ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധ്യതകളും ടെക്നോളജിയുടെ സാധ്യതകളും ഉപയോഗിച്ച് കുട്ടിയെ കൊണ്ട് ആശയവിനിമയത്തിന് സഹായിപ്പിക്കണം. അവിടെയാണ് നമ്മൾ സ്ട്രെങ്ത്തിനെ അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു വിഷയം വരുന്നത്. കുട്ടിയുടെ ഇല്ലായ്മകളെക്കാൾ കൂടുതൽ എന്തുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞാലേ അത് സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാമാക്ഷി മാം പറഞ്ഞതിലെ 2 പോയിന്റ് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അത് ഞാനൊന്ന് ഇതിലെപ്പോഴേ നമ്മളിപ്പോൾ ഈ തെറാപ്പി ചെയ്യണ കുട്ടികൾ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ, ഭയങ്കര അഗ്രസീവാണ്, പിരിവിരിപ്പാണ്, ഒരു ഭാഗത്ത് ഇരിക്കില്ല, ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് 3 വയസ്സാവുമ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ട് പറയും ഒരു സ്കൂളിൽ ചേർക്കണം. 4 വയസ്സാകുമ്പോൾ, 3 വയസ്സാകുമ്പോൾ അംഗനവാടിയിലെങ്കിലും. ഒരു 4 വയസ്സായാലും പ്രീ സ്കൂളിൽ വിടുന്ന ഒരു കുട്ടിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ സ്കൂളുകളിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമോ? കാരണം ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ കുട്ടീനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ സ്കൂളുകൾ മുഴുവൻ ഈ കുട്ടീനെയും കൊണ്ട് അലയണ അമ്മേനെയും അച്ഛനെയും നമുക്കറിയാം. അപ്പൊ ഇതിൽ ഇൻക്ലൂഷൻ എന്നുള്ളത് കുറേയൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിലും
ഇതിൽ കുറേ ഹേർഡിൽസ് ഉണ്ട്. അവിടെയാണ് മാം പറഞ്ഞ ഒരു വെസ്റ്റേൺ ഐഡിയോളജിയും നമ്മുടെ ഇൻഡിജിനസ് ഐഡിയോളജിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഒരു കുട്ടിക്ക് 1.5 വയസ്സിൽ അല്ലെങ്കിൽ 2 വയസ്സിൽ കുറച്ചെങ്കിലും ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് കാണുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക അടിയന്തരമായിട്ട് നമ്മൾ തെറാപ്പി ചെയ്യണം എന്ന് പറയും. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, തെറാപ്പി ചെയ്യണം, അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് ചെയ്യണം, എന്തൊക്കെയാണ് അമ്മയും അച്ഛനും ചെയ്യേണ്ടത് ഇതെല്ലാം പറഞ്ഞു. ഇതേ സംഭവം UK ഉണ്ടാവണതെങ്കിൽ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലാണ് ഉണ്ടാവണതെങ്കിൽ എന്തുണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ധാരണ ഉണ്ടോ? സോ കോൾഡ് വെസ്റ്റേൺ എന്തുണ്ടാവുക? കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും കേട്ട് പരിചയെങ്കിലും ഉണ്ടോ? സോറി മാം, നഴ്സറി സ്കൂളിൽ കൊണ്ടാക്കോ, സ്പെഷ്യൽ സ്കൂളിലേക്കാക്കോ? നല്ല, അവർ പറയും കാത്തിരിക്കാം. 2.5 വയസ്സിലും 3 വയസ്സിലും അവരൊരു തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് അസസ്മെന്റും ചെയ്യില്ല. മാത്രമല്ല അവിടുത്തെ എന്താ പറയുക പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അനുസരിച്ച് നമുക്കൊരു ടോക്കൺ തരും. നമ്മളുടെ ടോക്കൺ കിട്ടുമ്പോൾ നമ്മളെ ഡോക്ടർ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ നമ്മളുടെ ഇവിടുത്തെ സൗഭാഗ്യങ്ങൾ പോലെ എൻ്റെ കുട്ടീനെ എടുത്ത് ഓടിച്ചെന്നൊരു ഡോക്ടറെ കാണാനുള്ള സൗകര്യം അവിടെ ഇല്ല. നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മെഡിക്കൽ സഹായം കിട്ടണമെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ച് നമ്മൾ കാത്തിരിക്കണം. അപ്പൊ എന്താ പ്രശ്നം വരിക? 2 വയസ്സുള്ള കുട്ടി 3 ആവും, 4 ആവും, 6 ആവും. ഇനി അങ്ങനെ സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ 6-ാം വയസ്സിലെ കുട്ടിക്ക് ഒരു ഓട്ടിസം എന്നുള്ള ഡയഗ്നോസിസ് കിട്ടി. ഇനി നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളുടെ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലത്തെ സാധ്യതകളാണ്. കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കാലൊക്കെ തെറാപ്പിക്ക് പോവും. അതിനൊന്നും വലിയ വ്യത്യാസം കാണിക്കാത്ത കുട്ടിയാണെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ വിടും. അതുമല്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലിരിക്കും. പതുക്കെ 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 നമ്മളവരെ കാണാതെയാവും, നമ്മളുടെ ഇടയിൽ നിന്ന് കാണാതെയാവും, അല്ലേ? ഇവിടെയാണ് അവരുടെ മോഡലും വെസ്റ്റേൺ മോഡലും നമ്മളുടെ മോഡലും തമ്മിലുള്ള വ്യത്യാസം. അവിടെ 6 വയസ്സിലൊരു ഓട്ടിസം ഡയഗ്നോസ് ചെയ്താൽ അവർ പതുക്കെ 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 മുന്നിലേക്കാണ് വരണത്, പിന്നിലേക്കല്ല പോണത്. അപ്പൊ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്താലും പിന്നത്തേക്ക് ഉള്ള സാധ്യതകൾ അവിടെ കുറച്ചുകൂടി അവർ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അവർ ചിന്തിച്ചു എന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. അവർ മുന്നേ ചിന്തിച്ചത് കൊണ്ട് അവരുടെ സൊസൈറ്റി അതിനനുസരിച്ച് പാകപ്പെട്ട് തുടങ്ങി. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഈ ബാലാരിഷ്ടലാണ് എപ്പോഴും. അപ്പൊ എന്ത് ചെയ്യും? എന്നെപ്പോലുള്ളൊരു 1.5 വയസ്സുള്ള ഒരു കുട്ടീനെ തന്നെ എന്ത് വിധേനയും തെറാപ്പിക്ക് വിടും. അവിടെയാണ് നമ്മളുടെ ഒരു അഡാപ്റ്റേഷൻ വരുന്നത്. മാം പറഞ്ഞല്ലോ, യു ആർ ടെല്ലിങ് അബൌട്ട് അഡാപ്റ്റിംഗ് ദ വെസ്റ്റേൺ സിസ്റ്റം ടു ദ ഇൻഡിജിനസ് മോഡൽ. എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി അവിടെയാണ് നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യണത്. നമ്മൾ കാത്തിരിക്കണില്ല. വേഗം വേണ്ടത് 3 വയസ്സാകുമ്പോഴേക്ക് കുട്ടീനെ സ്കൂളിലേക്ക് വിടാനുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ തലകുത്തി മറിഞ്ഞ് ട്രെയിൻ ചെയ്യാൻ നോക്കും. കാരണം 6 വയസ്സ് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തൊന്നും കുട്ടി പോകും. പിന്നെ ഈ കുട്ടി എങ്ങനെ പോണത്? അച്ഛനും അമ്മയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ ആരും അതിനെക്കുറിച്ച് ബോധേഡല്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കണതിൽ ഈ പ്രൊഫഷൻ കൈ പൊന്തിക്കണം. തീർച്ചയായിട്ടും കൈ പൊന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഡിസബിലിറ്റി മേഖലയായിട്ട് ബന്ധമില്ലാത്ത, സ്വന്തം കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ജോലി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? 1 2 3 4 വെരി ഗുഡ്. നിങ്ങളെല്ലാവരും ഈ NGOന്റെ ഭാഗമാണോ? ആണ്. അപ്പൊ നിങ്ങൾ അസോസിയേറ്റഡ് ആണ്, നിങ്ങൾ കൂട്ടില്ല. അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ NGOയുടെയും ഭാഗമല്ല. ഇങ്ങനെ ഒരു കാര്യം നടക്കണമെന്ന് അറിഞ്ഞിട്ട് തോന്നക്കൽ പഞ്ചായത്ത് എന്ന് വന്ന ആരെങ്കിലും? ഇതാണ് നമ്മളുടെ ഇൻക്ലൂഷന്റെ അവസ്ഥ. ഇതാണ് ഇൻക്ലൂഷന്റെ അവസ്ഥ. നമ്മൾ നമ്മളുടെ കാര്യം നമ്മളുടെ ഇടയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. ആരത് കേൾക്കണത്? നമ്മൾ തന്നെ. അവിടെയാണ് നമ്മൾ റിവേഴ്സ് ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ അനാഥാലയങ്ങള്, ഇങ്ങനത്തെ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കാണാൻ സ്കൂളിൽ നിന്ന് കുട്ടികളെ കാണാൻ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടോ? വിസിറ്റ് നടത്താൻ വളരെ റയറാണ്. നേരെ തിരിച്ചോ? ബുദ്ധിമുട്ടുകളുള്ള കുട്ടീനെ ഒരു സാധാരണ ക്ലാസ് റൂമിലേക്ക് വിടുക. ഇപ്പൊ കുറേശ്ശെങ്കിലും ഒരു ചെറിയ പെർസെൻറ്റേജ് ഇരുത്തണം നിർബന്ധമുണ്ട്. ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഡേ കെയർ പോലെ എല്ലാ കുട്ടികളെയും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എല്ലാവരെയും ഒന്നിച്ചെടുത്താം. ഇതിന്റെ ആദ്യ പടി എന്ന് പറയണത് എന്താണെന്നറിയോ? വളരെ ചെറുപ്പത്തിൽ, ഇപ്പോൾ സോക്കോൾഡ് ബുദ്ധിമുട്ടൊന്നും ഇന്നേ വരെ ഡയഗ്നോസ് ചെയ്യാത്ത എൻ്റെ 10 വയസ്സുകാരൻ മകനെ ഞാൻ എൻ്റെ സെന്ററിൽ കൊണ്ടുപോയി ഒരു ദിവസം തെറാപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയണതാണ് അതിലത്തെ ഇൻക്ലൂഷന്റെ ആദ്യത്തെ പടി. അപ്പൊ എന്താ ഉണ്ടാവണത്? അവൻ കാണുകയാണ്
ഓ, എന്നെ പോലെ തന്നെ വേറെയും കുട്ടികൾ. ചെറിയ ചെറിയ പടികളാണ് വലുതായിട്ട് വരിക. ഈ കുട്ടി 20-25 വയസ്സാവുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അവൻ ചിന്തിക്കും, ഓ അന്ന് ഞാൻ കണ്ട ആ കുട്ടിയെ കുറിച്ചാണ് പറയണത്, അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചാണ് പറയണത്. അങ്ങനെ ധാരണയുള്ള എത്ര കുട്ടികൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യണ ഒരു കുട്ടി, റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞതാണ്. എനിക്കിപ്പോൾ ഭയങ്കര പശ്ചാത്താപം തോന്നുന്നുണ്ട് മാം. 22 വയസ്സേ ഉള്ളൂ, റിസപ്ഷനിസ്റ്റാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും ആ കുട്ടി നമ്മൾ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് ആ കുട്ടി പറയുന്നത് മനസ്സിലാക്കാനും എനിക്ക് താമസം എടുത്തു. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ നീ മഞ്ഞക്കാടല്ലേ എന്ന് പറയുന്ന, അവൻ മഞ്ഞക്കാടാന്ന് പറയുന്ന. ഞാൻ വിചാരിച്ചു എന്ത് ഈ മഞ്ഞക്കാട്, ഞാൻ ഈ മഞ്ഞക്കാട് എന്നുള്ള അസോസിയേറ്റ് ചെയ്യണത് എന്താണ്, ഫുട്ബോളത്തെ മഞ്ഞമല്ലോ, ഞാൻ ചോപ്പും മഞ്ഞയും. അതല്ല, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഡയഗ്നോസിന്റെ ഡിസബിലിറ്റി കാർഡാണ് ഈ പറയണത്. ഇത് ഈ പറയണ കുട്ടികൾക്ക് അറിയില്ല. കേട്ട് ഞാൻ എന്നത് മനസ്സിലാക്കാൻ കഷ്ടപ്പെട്ടു. ഈ പെൺകുട്ടിക്ക് ഇപ്പൊ 21 വയസ്സായി. ഇത് പറഞ്ഞിട്ടുള്ളത് 12 വയസ്സിലാണ്. എല്ലാത്തിനും ശാസ്ത്രീയത വേണം. ശാസ്ത്രീയതയ്ക്ക് അപ്പുറമുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യണം, ശാസ്ത്രീയമായി തെളിയാത്തതും നമ്മൾ കൺസിഡർ ചെയ്യണം. എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു ധാരണ മാത്രം മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് ഇൻക്ലൂഷന്റെ ആദ്യപടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്റർടൈൻ ചെയ്യാം. കുട്ടികൾ ജനിക്കുന്നത് ജന്മന എന്നുള്ള ഒരു കംപ്ലൈൻറ്റ്, പിന്നെ പലരും അച്ഛനും അമ്മയും കുടുംബവും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ഡോക്ടർ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ടും കൂടെ ഡോക്ടർ ക്ലിയർ ചെയ്യണം. സാധാരണ നമ്മൾ ജാതകം നോക്കിയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ബ്ലഡ് നോക്കി കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. വെസ്റ്റേൺ കൺട്രികളിലെല്ലാം അത് ഇംപ്ലിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും പല സ്റ്റേറ്റിലും അത് ഉണ്ട്. അതിനെക്കുറിച്ച് മാഡം പറയുക. എന്താണ് കാരണങ്ങളെ കുറിച്ച് നിലവിൽ ഞാനും നിങ്ങളും ഒരേപോലെ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരൊറ്റ കണ്ടീഷനിലേ നിൽക്കണുള്ളൂ. നിലവിലുള്ള റിസർച്ചസ് വെച്ചിട്ട് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ എല്ലാ ഡിസബിലിറ്റിയിലും ഒരു വലിയ പ്രമുഖമായിട്ടുള്ള കാരണം ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. കുട്ടിയുടേതായിട്ടുള്ള ജനിതക ഘടന, മസ്തിഷ്ക പ്രവർത്തനം, ഇതെല്ലാം ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് കാരണമാവും. 1. 2, പാരമ്പര്യം. തറവാട്ട് പാരമ്പര്യമല്ല, നമ്മൾ ജനറ്റിക് പാരമ്പര്യം, ഫാമിലി ഹിസ്റ്ററി. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡിസബിലിറ്റിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിൻ്റെ 2nd അല്ലെങ്കിൽ 3rd ജനറേഷനിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ഡിസബിലിറ്റി ആയിട്ട് വരാനുള്ള ചില പെർസെൻറ്റേജ് സാധ്യതകൾ പറയുന്നുണ്ട്. വന്നോണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ സാധ്യതകളുണ്ട്. നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഇത്തരം വൈകല്യങ്ങളുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് ചോദിക്കും. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും തരത്തിലുള്ള മാൽഫോർമേഷൻ, ജനറ്റിക് മാൽഫോർമേഷനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കണക്കിലെടുക്കാൻ മാത്രമാണ്. അതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടുന്നില്ല. 2ാമത് ജാതകം. പല കാര്യങ്ങളും ഉണ്ടാവാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓട്ടിസത്തിനൊക്കെ പ്രത്യേകിച്ചും ജനറ്റിക് റീസൺസ് മാത്രമേ നമ്മൾ നിലവിൽ ഇപ്പൊ കണ്ടാൽ ഉള്ളൂ. കുട്ടിയുടേതായിട്ടുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഹോർമോൺസ് അല്ല, പക്ഷെ ന്യൂറോ കെമിക്കൽസിന്റെ വ്യത്യാസമാണ്. പിന്നെ പല തിയറികളുണ്ട്, ഗട്ട് ബാക്ടീരിയ, ഗട്ട് ബയോ തിയറി, അങ്ങനെ പല തിയറികളും പറയുന്നുണ്ട്. പക്ഷെ ഇന്നതാണെന്നുള്ളത് പിൻ പോയിന്റ് ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗർഭസമയത്ത് അമ്മയുടെ ശരീരത്തിനെ ബാധിക്കുന്നതെല്ലാം, മാനസികമായി ബാധിക്കുന്നതെല്ലാം, ശാരീരികമായി ബാധിക്കുന്നതെല്ലാം ഒരു പരിധിവരെ കുട്ടീനെ ബാധിക്കുന്നുള്ളത് പ്രൂവൺ ആണ്. ചില മരുന്നുകൾ അതുകൊണ്ട് തന്നെ സമയത്ത് കഴിക്കേണ്ടെന്ന് പറയും. ചിലത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരുന്നുകളാണെങ്കിൽ കഴിച്ചേ പറ്റൂ, നമ്മൾ അതിൻ്റെ റിപ്പർക്കഷൻസ് അനുഭവിക്കും. പക്ഷെ എന്നാലും മരുന്ന് ഒഴിവാക്കാൻ പറ്റുന്ന മരുന്നുകളാണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് അപ്പം തന്നെ പറയും. കഴിക്കാൻ പാടാത്ത മരുന്നുകളും ഉണ്ട്. ചില ഇൻഫെക്ഷൻസ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വന്ന ചിക്കൻ പോക്സ്, അമ്മയ്ക്ക് വന്ന ചില ഇൻഫെക്ഷൻസ്, ഇതെല്ലാം കുട്ടിയിലേക്ക് പടരുക. അങ്ങനെ പല പല ഡിസോർഡേഴ്സും ചില ഇൻഫെക്ഷൻസിനായിട്ടും അസോസിയേറ്റഡ് ആയിട്ടും കാണാറുണ്ട്. ഇനി എന്താ സാർ ചോദിച്ചേ? ജാതകത്തിന്റെ കാര്യമോ? സോറി സാർ, അത് പറയാൻ ഞാൻ ആളല്ല. വെസ്റ്റേൺ രീതികൾ നോക്കുകയാണെന്ന് വെച്ചാൽ സാർ, നമ്മൾ കല്യാണത്തിന് മുന്നേ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എല്ലാം നമ്മൾ ഒരു പാനൽ വരെ നമ്മളെല്ലാം നോക്കും. HIV സ്ക്രീനിങ് നമ്മൾ ചെയ്യും, STDs എല്ലാം സ്ക്രീൻ ചെയ്യും. നമ്മൾക്ക് കല്യാണം കഴിക്കാൻ പോണ 2 ആൾക്കാർ ജാതകത്തിന് മുന്നേ 2 തുള്ളി ചോര കൊടുത്ത് നിങ്ങളുടെ ജനറ്റിക് കമ്പോസിഷനിൽ വരുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം നല്ലതായിരിക്കും. പക്ഷെ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്താലുള്ള ദൂഷ്യവശം എന്ന് പറയുന്നത് വെറുതെ പോണ ആൾക്കാരോട് ഇതാ വണ്ടി വരും വന്ന് ഇടിക്കട്ടോ എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസം അതിലുണ്ട്. വെറുതെ ഭീതിപ്പെടുത്തുന്നതായിരിക്കാം, പക്ഷെ there is a point to it. I understand.
എനിക്ക് ചോദിക്കാനുള്ളത് ഓട്ടിസം കുട്ടികളെ നിർബന്ധിച്ച് സ്പീച്ച് തെറാപ്പി നടത്താതെ ഓൾട്ടർനേറ്റീവ് സംവിധാനം പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിൽ 2 ഉദാഹരണങ്ങൾ പറയാം. ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിൽ ഡിസോർഡറിലുള്ള കുട്ടീനെ സ്പീച്ച് തെറാപ്പി കൊടുക്കരുത് എന്നല്ല ഉദ്ദേശിച്ചത്. സ്പീച്ച് തെറാപ്പി നിർബന്ധമായിട്ട് കൊടുക്കണം. 1.5-2 വയസ്സ് മുതൽ കൊടുക്കണം. അത് സ്പെക്ട്രത്തിന്റെ പ്രത്യേകത കാമാക്ഷി മാം പറഞ്ഞ പോലെ ഓരോ കുട്ടി ഓരോ പോലെയാണ്. അതുകൊണ്ട് തന്നെ തെറാപ്പിയിൽ വരുന്ന വ്യത്യാസങ്ങളും ഓരോ പോലെയാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് വ്യത്യാസം വന്നു. 3 കൊല്ലം തെറാപ്പി ചെയ്തപ്പോൾ മണിമണിയായിട്ട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് തെറാപ്പിയിൽ നിന്ന് ആ മണിമണി വരണം എന്നില്ല. അപ്പൊ എന്തായി, ഒരു 6 വയസ്സ് വരെ നിങ്ങൾ സ്പീച്ച് തെറാപ്പി ചെയ്തു, ഇപ്പൊ വരും എന്ന് വിചാരിച്ച് ചെയ്തു. 6 വയസ്സ് കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾക്ക് പരിമിതി വരും ഉറപ്പായിട്ടല്ല പറയണത്. എന്നാലും വേറെ വഴികൾ നിങ്ങൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾ നിരാശരാവണം എന്നല്ല, സ്പീച്ച് തെറാപ്പി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. സ്പീച്ച് തെറാപ്പിയിൽ ധാരാളം വേറെ വഴികളുണ്ട്, അതുകൂടി ഓപ്പൺ ആവണം. ഇതിലെപ്പോഴും പ്രയാസം എന്താ പറയുക വെച്ചാൽ പേരൻസ് പറയും കുറച്ചും കൂടി നോക്കാം, അവൻ മിണ്ടുമായിരിക്കും. ഈ പറഞ്ഞ ജാതകവും ജ്യോത്സ്യന്മാരൊക്കെ അപ്പൊ പറയും അവൻ 3 വയസ്സ് കഴിഞ്ഞാൽ സംസാരിക്കും എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മളുടെ ഇതനുസരിച്ചിട്ട് ഈ കുട്ടിയുടെ പോക്കനുസരിച്ചിട്ടും മിനിമലി വേർബൽ ആവാനുള്ള സാധ്യതയുള്ളൂ. ആ ജ്യോത്സ്യന്റെ അടുത്ത് 4 വയസ്സ് കഴിഞ്ഞാൽ അയാൾ പറയും ഗ്രഹത്തിന് എന്തോ മാറ്റം വന്നിട്ടുണ്ട്, അന്ന് കണ്ട ഗ്രഹമല്ല അപ്പൊ കണ്ടെന്ന് പറയും. പക്ഷെ നമ്മളുടെ കുട്ടി മാറണുണ്ടോ? ഇല്ല. അപ്പോൾ അവസരത്തിനനുസരിച്ച് യു ഷുഡ് ബി ഓപ്പൺ ടു എവറിത്തിങ്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. സ്പീച്ച് തെറാപ്പി നിർബന്ധിക്കരുത് എന്നല്ല കേട്ടോ.